We shall now derive a formula for the potential energy of a spring. One end of a spring is fixed firmly and the other end is attached to a block of mass m. ഈ ബ്ലോക്ക് ഓഫ് മാസ് എം ഇതിന് ഹൊറിസോണ്ടലായിട്ട് ഒരു ടേബിളിലാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. അതായത് നമുക്ക് ഈ സ്പ്രിങ്ങിനെ ഇലോങ്ങേറ്റ് ചെയ്യാം, അതുപോലെ ഇതിനെ കംപ്രസ് ചെയ്യാം. അപ്പോൾ ഇലോങ്ങേറ്റഡ് പൊസിഷൻ ആണെങ്കിൽ ദ സ്പ്രിങ് ക്യാൻ ബി ഇലോങ്ങേറ്റഡ് ലൈക്ക് ദിസ്. അപ്പോൾ ഈ ഇക്വിലിബ്രിയം പൊസിഷനെ നമ്മൾ എക്സ് ഈക്വൽ ടു 0 എടുക്കുന്നു. ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ സ്പ്രിങ് ക്യാൻ ബി ടേക്കൺ ആസ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഈ പൊസിഷനിൽ നിന്ന് ഇത് എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട് അതാണ് ആ ഡിസ്പ്ലേസ്മെൻറ്റ്. സ്പ്രിങ് സ്ട്രെയിൻഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ആ ഇലോങ്ങേറ്റഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ കംപ്രസ്ഡ് സ്റ്റേറ്റ്, ഇത് രണ്ടും സ്ട്രെയിൻഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ സ്ട്രെയിൻ ഇല്ലാതെ അത് വെറുതെ നിൽക്കുന്ന സമയത്ത് പൊസിഷൻ ഓഫ് ദ ബ്ലോക്ക് ഈസ് ടേക്കൺ ആസ് എക്സ് ഈക്വൽ ടു 0. അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഇല്ല, ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈക്വൽ ടു 0. ആൻഡ് ഇഫ് ദ സ്പ്രിങ് ഈസ് കംപ്രസ്ഡ് ഓർ ഇഫ് ഇറ്റ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് എക്സ്, വാട്ട് വിൽ ദ സ്പ്രിങ് ഡു? ദ സ്പ്രിങ് വിൽ ട്രൈ ടു bring the block back to the equilibrium position. അപ്പോൾ നമ്മളൊരു ഫോഴ്സ് ഇതിനെ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നീട്ടി വലിക്കുക അല്ലെങ്കിൽ ചുരുക്കുക ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിങ് അതിനെ തിരിച്ച് പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ റെസ്റ്റോറിങ് ഫോഴ്സ് ഓഫ് ദ സ്പ്രിങ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഡിസ്പ്ലേസ്മെൻറ്റ്, or we can say restoring force is equal to a constant k into x. Also the direction is opposite. Direction of restoring force is opposite to that of displacement. അപ്പോൾ നമുക്ക് F equal to minus kx എന്ന് എഴുതാം. ഈ F equal to minus kx is called the spring force. Spring force എന്ന് പറഞ്ഞാൽ it is a restoring force which the spring exerts. നമ്മൾ ഈ ബ്ലോക്കിനെ അല്ലെങ്കിൽ സ്പ്രിങ്ങിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ, ഇലോങ്ങേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രിങ് അതിനെ തിരിച്ച് അതിൻ്റെ പഴയ സ്ട്രെയിൻ ഇല്ലാത്ത പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അപ്പോൾ എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. നമ്മൾ കംപ്രസ് ചെയ്താൽ സ്പ്രിങ് അതിനെ നീട്ടി ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരും, അല്ലെങ്കിൽ ഇലോങ്ങേറ്റ് ചെയ്താൽ തിരിച്ച് ഇക്വിലിബ്രിയത്തിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ റെസ്റ്റോറിങ് ഫോഴ്സ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ്. So the spring force or the restoring force F equal to minus kx, and k is called the spring constant. Negative sign shows that the spring force is against the direction of displacement. Now this law is called Hooke's law. F equal to minus kx എന്നുള്ളതിനെ this was discovered by the scientist Robert Hooke, and it is named as Hooke's law. Now if we want to stretch the spring, we have to apply a force against the restoring force. അപ്പോൾ ഇത് restoring force ആണ്. F external എന്ന് പറയുന്നത് it is opposite to the restoring force and that is equal to kx. അപ്പോൾ plus kx ആണ് restoring force. Now the work done to stretch the spring through a small distance dx, the small work done dw is equal to f dx. ഒരു ചെറിയ ഡിസ്റ്റൻസ് ഡി എക്സിലൂടെ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡി ഡബ്ല്യു പറയുന്നത് എഫ് ഡി എക്സ് ആണ്. സോ ദ ടോട്ടൽ എഫ് ഡി എക്സ് എന്ന് പറയുന്നത് കെ എക്സ് ഡി എക്സ്. നൗ ദ ടോട്ടൽ വർക്ക് ഡൺ ടു സ്ട്രെച്ച് ദ സ്പ്രിങ് ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ, അതായത് എക്സ് ഈക്വൽ ടു 0യിൽ നിന്ന് എക്സ് ഈക്വൽ ടു എക്സ് വരെ അതിനെ സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്ക് ഇൻ്റഗ്രൽ 0 ടു എക്സ് കെ എക്സ് ഡി എക്സ്. ഇനി കെ കോൺസ്റ്റൻ്റ് ആണ്, ഇറ്റ് ഈസ് ടേക്കൺ ഔട്ട്സൈഡ് ദി ഇൻ്റഗ്രൽ. നൗ ഇൻ്റഗ്രൽ ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഫോർമുല ഉപയോഗിച്ച് ചെയ്യണം. ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ, ഇൻ്റഗ്രേഷൻ എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, റിപ്പീറ്റഡ് സമ്മേഷൻ ആണ് അല്ലേ. അപ്പോൾ ചെറിയൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സിന് ചെയ്യുന്ന വർക്ക് എഫ് ഡി എക്സ് അല്ലെങ്കിൽ കെ എക്സ് ഡി എക്സ് ആണ്. അങ്ങനെ കുറേ ചെറിയ ഡി എക്സുകൾ ചേർന്നിട്ടാണ് ടോട്ടൽ എക്സ് ഉണ്ടാവുന്നത്. അപ്പോൾ ആ എല്ലാ വർക്കും കൂടെ ടോട്ടൽ ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ 0 ടു എക്സ് കെ എക്സ് ഡി എക്സ്. ഇനി ഇൻ്റഗ്രൽ എക്സ് റൈസ് ടു എൻ ഡി എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് റൈസ് ടു n plus 1 divided by n plus 1.
ഇതാണ് ഇൻ്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സിൻ്റെ ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് ആണ്. എക്സ് റേസ് ടു 1 ആണ് അല്ലേ, വെറും എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1 ആണ്. അപ്പോൾ എന്നിന് പകരം 1 ആണ്. സോ എക്സ് റേസ് ടു 1 പ്ലസ് 1 2 ഡിവൈഡഡ് ബൈ 2. എക്സ് റേസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1ൽ ഇവിടെ n 1 ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ 2. സോ ദിസ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2 ഇതിൻ്റെ ആൻസർ. ഇനി ഇത് ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ 0ഉം എക്സും ആണ്. അപ്പോൾ നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദിസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു എക്സിന് വരെ എക്സ് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിപ്പോൾ സെയിം ആയതുകൊണ്ട് എക്സ് സ്ക്വയർ ബൈ 2 മൈനസ് പിന്നെ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് അതിൻ്റെ മെത്തേഡ്. അപ്പോൾ 0/2 എന്ന് വരും അല്ലേ, ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ എക്സിന് വരെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ദ ഫൈനൽ 0/2 പറഞ്ഞാൽ ദാറ്റ് is 0 itself. So we finally get the answer kx square by 2. This is the work done on the spring, and work done on the spring is stored as potential energy. നമ്മൾ ചെയ്യുന്ന വർക്ക് is the potential energy of the spring. So half kx square, half mv square എന്നൊക്കെ പറയുന്ന പോലെ potential energy of a spring equal to half kx square. Here x is the displacement and k is the spring constant. അപ്പോൾ ഇതിൽ നമുക്ക് അറിയേണ്ടത് the restoring force exerted by the spring, it is proportional to displacement and opposite to displacement. ആ റെസ്റ്റോറിങ് ഫോഴ്സിന് എഗൻസ്റ്റ് ആയിട്ട് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ നീട്ടി വലിക്കുക അല്ലെങ്കിൽ കംപ്രസ് ചെയ്യുന്നത്. അപ്പോൾ external എന്ന് പറയുന്നത് kx ആണ്. സോ ദ ടോട്ടൽ വർക്ക് ഡൺ ഈസ് ഇൻ്റഗ്രൽ 0 to x kx dx. ഇൻ്റഗ്രൽ x dx ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ എക്സ് സ്ക്വയർ ബൈ 2. So we have the total work done which is equal to the potential energy of the spring is equal to half kx square. ഇനി if you are drawing a graph between displacement x and the force, restoring force, റെസ്റ്റോറിങ് ഫോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് കെ എക്സ്, ആ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് റെസ്റ്റോറിങ് ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി സ്പ്രിംഗ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ആർ പ്ലോട്ടഡ്. ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദ ഗ്രാഫ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. നൗ വാട്ട് ഈസ് ദ ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ്? അപ്പോൾ ഇതിൻ്റെ താഴെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ ആണ്. ലെറ്റ് ദിസ് പോയിന്റ് ബി ഈക്വൽ ടു എക്സ്, ദെൻ ദ ഫോഴ്സ് ഇസ് കെ എക്സ്. അപ്പോൾ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ബി എച്ച് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഇവിടുത്തെ ബേസ് എക്സ്, ഹൈറ്റ് എന്ന് പറയുന്നത് കെ എക്സ് ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് കെ എക്സ് സ്ക്വയർ. ഹാഫ് കെ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ സ്പ്രിംഗ്. സോ വെൻ എ സ്പ്രിംഗ് ഈസ് സ്ട്രെച്ച്ഡ് ബൈ എ വേരിയിങ് ഫോഴ്സ്, ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഈസ് it represents the work done by that force, half k x square, or it represents the potential energy of the spring.